ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീച്ച് വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ദോശയും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കണത്. നീർദോശയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എന്താണ് ഈ ദോശക്ക് പറയാന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാനിതാ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ നേരത്തെ പോകേണ്ടതുകൊണ്ട് അപ്പോൾ അവർക്കുള്ള ചായ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ ദോശയൊക്കെ ചുടൽ കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ഞാനങ്ങനെ അലക്കാനുള്ളതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ, ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ ഞാനതൊരു കുപ്പിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഈ ചട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയൊക്കെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ആ മിഷ്യത്തിൽ തുണികളൊക്കെ ഇട്ടിട്ട് ഞാൻ വന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അരിയൊക്കെ ഇട്ടിട്ട് ചോറ് ഇത് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പത്തേനും ഇപ്പം മീൻ കൊണ്ട് വന്നു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. എനിക്ക് വീട് പണി ആയതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഇതിൻ്റെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾ നീച്ച് വന്നു, അവൾക്ക് ചായയൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ വെച്ചിട്ടുണ്ട്. അച്ചാറൊക്കെ കുപ്പിയിലാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ അപ്പത്തിന് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഇലക്കറി ഉണ്ടാക്കാൻ ചീരക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചോറൊക്കെ ഊറ്റി എടുത്തിട്ട് പിന്നെ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യാം. എന്നിട്ട് പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആ ഇല ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതാ കഞ്ഞിവെള്ളം അതിൽ ഒഴിക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാം. ഈ മുളക് ഇങ്ങനെ ഇട്ടാൽ അതിൻ്റെ എരിവൊക്കെ ഇതിൽ പിടിക്കുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മുളക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ മുളക് അതിലൊന്നിങ്ങനെ ഒരുതി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എരിവൊക്കെ നല്ലതുപോലെ കിട്ടും കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ കറിയാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കറി, അതിൻ്റെ വെള്ളം നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പിട്ട് കൊടുത്തു. അത് തിളച്ച് വന്നപ്പോൾ പിന്നെ അതാ ചീരൻ്റെ ഇല ഇവിടെ അരിഞ്ഞ് വെച്ചത് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിതാ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഞാനത് അടുപ്പത്ത് വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടോ. ഇതൊരു 8 മണി 8:30 ആകുമ്പോഴാണ് കേട്ടോ കറി ഉണ്ടാക്കണത്. അപ്പം നേരത്തെ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് അടുപ്പിൽ തന്നെ തീയുണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ കറി വെച്ചിട്ട് അത് ഒഴിവാക്കിയിട്ട് തന്നെ കേട്ടോ. പിന്നെ വെള്ളരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു വെള്ളരിക്ക നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ കറി വെച്ച പാത്രം ഒഴിച്ചിട്ട് വേറെ പാത്രത്തേക്ക് ഒഴിച്ചിട്ട് അതിൽ തന്നെ വെള്ളരിക്ക ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഏതായാലും തീയുണ്ടല്ലോ, വെറുതെ ഗ്യാസുമ്മ കത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിതാ വെള്ളരിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തോലിയൊക്കെ കളഞ്ഞ് കഴുകി കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ആ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക, ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യുക. അതാവുമ്പോൾ ഒരു ചട്ടിയുമ്പോൾ കരി പിടിച്ചാൽ മതിയല്ലോ. ഏതായാലും അടുപ്പിൽ വെക്കുമ്പോൾ കരിയാവുമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ പാത്രത്തിലും കരിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ എല്ലാതും ഉണ്ടാക്കട്ടോ. അപ്പോൾ അതാ ആ ചട്ടി ഒഴിവാക്കി അതിലേക്ക് തന്നെ ഞാൻ ഈ വെള്ളരിക്ക കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഒരു എരിവില്ല കേട്ടോ, അത് കാരണമാണ് 4 ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കില്ലല്ലോ. അപ്പോൾ പച്ചമുളകാണ് എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും പിന്നെ അത് വേവാനുള്ള കുറച്ച് വെള്ളം മതിയിട്ട് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് വെള്ളമായിരുന്നു കേട്ടോ. ഞാൻ കുക്കറിലാണ് ഇത് ഉണ്ടാക്കൽ. ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് ആദ്യമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എത്ര വെള്ളം വേണമെന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഞാനൊരു 3/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിക്ക് കറക്റ്റായിരുന്നു. ഇപ്പോൾ ഞാനത് വെച്ചിട്ട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി ഞാനതിക്ക് ഒരരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അമ്മ തേങ്ങയൊക്കെ പൊളിച്ച് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ തേങ്ങ ചിരവി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിയിട്ട് തേങ്ങയും പച്ചമുളകും തൈരും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ ഇതാ തേങ്ങയൊക്കെ നന്നായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാർക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ഈ കഷ്ണങ്ങൾ വെന്തുക്കണോ നോക്കിയത്. അപ്പോൾ വെന്തിട്ടില്ല. കുട്ടി അപ്പോൾ ഇതിന് ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിക്കാട്ടോ. അപ്പോൾ അവളെ ബാഗ് തോളിലിട്ട് കൊടുക്കാൻ പറയുകയാണ് എന്നോട് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ വള്ളി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് കൊടുക്കാൻ പറയുകയാണ് എന്നോട്. അപ്പോൾ ഞാൻ എടുത്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അവൾക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗ്രില്ല് തുറന്ന് കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ പുറത്ത് മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ ചീത്താറിന് നിൽക്കുകയാണ്. അപ്പോൾ
മിക്സിയുടെ ജാർക്ക് ഞാൻ തേങ്ങയും പച്ചമുളകും ഇനി അതിക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചെടുക്കുക. നമ്മൾ എത്ര കഷ്ണങ്ങളാണോ എടുത്തിട്ട് അതിക്ക് ചെറുതായിട്ടൊരു പുളി വേണം. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്തൊരു തൈരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിക്ക് ആ തേങ്ങയ്ക്ക് ആവശ്യമുള്ള പുളിക്ക് ആവശ്യമുള്ള തൈരും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കടുക് ആദ്യം തന്നെ ഇട്ടാൽ നന്നായിട്ട് അരഞ്ഞു പോകും. ഇതൊന്ന് പൊട്ടി കിട്ടിയാൽ മതി. അപ്പോൾ ആ കടുകിൻ്റെ ആ ടേസ്റ്റൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് ആ കൂട്ടാൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാഴമാണി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ വാഴക്കൊല ഉണ്ടായിരുന്നു. അത് വെട്ടാൻ വേണ്ടി പോയപ്പോൾ ഇമ്മ പറഞ്ഞു അത് എടുത്തോ എന്നാൽ അതുകൊണ്ട് നമുക്ക് നാളെ തോരൻ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കൂട്ടാൻ വേകുമ്പോഴത്തിന്. അപ്പോൾ അതാ ഞാൻ അത് കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ കൂട്ടാനൊക്കെ നല്ല അടിപൊളിയായി വന്നിക്കണം. വെള്ളമൊക്കെ വറ്റി വന്നിക്കണം കേട്ടോ. ഞാൻ അരപ്പ് അതിലേക്ക് അരച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തള വന്നു കഴിഞ്ഞാൽ നമുക്ക് മാങ്ങി വെക്കാം. എന്നിട്ട് അതൊന്ന് വറവിട്ടെടുക്കും ചെയ്യാം കേട്ടോ. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടുകൊണ്ട് കടു വറുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കൂട്ടാൻ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ അത് കുമ്പളം കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കട്ടോ. ഞാനിപ്പോൾ വെള്ളരിക്കയാണ് ഉണ്ടായിരുന്നു. വെള്ളരിക്ക കൊണ്ട് ഉണ്ടായിരുന്നു. ഞാനിതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുക്കണം. ഒക്കെ ഞാൻ അടുപ്പിൽ തന്നെയായിട്ട് ചെയ്യണത്. ഏതായാലും തീയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ അടുപ്പിൽ തന്നെയാണ് ചെയ്യണത്. ഞാൻ ഇത് വറവിട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വാഴങ്കൂമ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കഴുകിയെടുത്തിട്ട് അതും മുതിരയും കൂടെ കുക്കറിലിട്ട് വെക്കുക. അത് ഉമ്മയാണ് ഇട്ട് വെക്കണത്. എന്താണെന്ന് വെച്ചാൽ മുതിരയിൽ കല്ലുണ്ടാവും എന്ന് പറഞ്ഞാണ്ട് പിന്നെ അതിങ്ങനെ അരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് കുറച്ച് റിസ്ക്കാണ് മുതിര അരിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ തന്നെ അത് അരിച്ചെടുത്തിട്ട് അതിലിട്ടിട്ട് വെക്കുക, ഞാൻ അപ്പോഴേക്കും മീൻ നന്നാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അതാ മുതിര അരിക്കുകയാണ് കേട്ടോ. അപ്പം പറഞ്ഞു ഇനി എന്ന് വെച്ചാൽ എങ്ങനെ വെച്ചെങ്കിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ വെച്ചോളി പറഞ്ഞു. അപ്പോൾ അതാ മുതിരയൊക്കെ അതിൽ ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള വാഴങ്കൊമ്പും കൂടെ അതിലിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് അതിൽ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുതിര വേവുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണമല്ലോ. മുതിര ആദ്യം വെള്ളത്തിലിട്ടിട്ടോ വേവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വേണ്ട എത്ര വിസിലടിക്കാം. അമ്മ പറഞ്ഞു ഹൈ ഫ്ലെയിമിലൊന്നും പിന്നെ കുറച്ച് വെച്ചിട്ട് ഒരു 4 എണ്ണം അടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ മീൻ നന്നാക്കാൻ പോകാൻ വേണ്ടി നിൽക്കട്ടെ. അപ്പോൾ ഞാൻ അവൾക്ക് മീനെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മീൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഓളൊന്ന് പേടിപ്പിക്കുകയാണ്, പാമ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവൾക്ക് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ മതി. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ വെച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്തിറങ്ങി മീൻ നന്നാക്കാൻ നിന്നപ്പോൾ പൂച്ചനെ കാട്ടി ഞാൻ മീനോണ്ട് ഇറങ്ങണുണ്ട്. അപ്പോൾ തന്നെ പൂച്ച വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പൂച്ചനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മീൻ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ നടക്കണമുണ്ട്. അപ്പോൾ പൂച്ചക്ക് മീൻ ഇട്ട് കൊടുക്കുക എന്നിങ്ങനെ പറയണം ഓൾ എന്നോട്. അപ്പോൾ ഞാൻ പൂച്ചക്ക് മീനിൻ്റെ തല ഇങ്ങനെ ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ പൂച്ച കഴിയുമ്പോൾ വന്ന് ഇങ്ങനെ കടിക്കണത് നോക്കിയിട്ട് ഓളും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതാ എൻ്റെ മീനൊക്കെ നല്ല ഇതുപോലെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. എന്നിട്ട് ഇനി മീനും കൂടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ തീർന്നു കേട്ടോ. അതാ മീനൊക്കെ അടിപൊളിയായിട്ട് നന്നാക്കി കഴുകി കൊടുന്ന് വെച്ചിട്ട് ഞാൻ അതിക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകം ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിത് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണ് വിനാഗിരിയും കൂടിയും ചേർക്കും കേട്ടോ. ഇത് ചേർക്കണത് നല്ലതാണ്. മീൻ ഉടഞ്ഞു പോവില്ല. പിന്നെ ചെറിയൊരു പുളിയും ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ വിനാഗിരി ഇല്ലെങ്കിൽ ഇനി പുളിവെള്ളം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളെ വാഴമാണി വെന്തിട്ടില്ല കേട്ടോ. വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ അരപ്പും കൂടെ ചേർത്തിട്ട് മീൻ മസാല തേച്ചെടുക്കാൻ കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു മസാല തേച്ചിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ പാൻ വെച്ചിട്ട് മീനും കൂടെ പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ മസാല ഇതുപോലെ ഒന്ന് ചെറിയ ഉള്ളിയും വലിയ ജീരകവും പിന്നെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ച് വിനാഗിരിയും കൂട്ടി അരച്ചെടുത്തിട്ടൊന്ന് മീനൊന്ന് മസാല തേച്ച് കൊണ്ടിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻ മസാല തേച്ചാൽ. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും എടുക്കണില്ല. കുറച്ച് ഞാനൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല തേച്ചത്. അപ്പോൾ നന്നാക്കി എടുത്തപ്പോൾ മുഴുവനായിട്ടാണ് നന്നാക്കിയെന്നുള്ളൂ. പിന്നെ ഞാൻ പാനൊക്കെ വെച്ച് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ അടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മീൻ ഒന്നും അടി പിടിക്കുകയില്ല. നേരെ നമുക്കത് മറിച്ചിടാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ മീനൊക്കെ വെന്ത് കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ ഞാൻ കുക്കർ ഓഫാക്കിയിട്ടിരുന്നു. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് പാനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ തന്നെ ഞാൻ മീൻ പൊരിച്ചെടുത്തിട്ട് ആ പാത്രം ഒഴിവാക്കിയതാണ് കേട്ടോ. നമ്മൾ അടുപ്പിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കരിയുള്ള പാത്രങ്ങളൊന്നും ടേബിളിൽ കൊണ്ടുപോയേക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇല്ലാതെ ഉണ്ടാക്കിയാലും ഒക്കെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ അതൊക്കെ വറവിട്ടെടുത്തിട്ടുണ്ട്. ഇനി ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
എന്നിട്ട് വെക്കട്ടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുളിക്കാനൊക്കെ പോയി, കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ഡൈൻമേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതിൽ വേറെയുള്ള പാത്രം കഴുകണവും ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഉമ്മയും നാത്തൂനൊക്കെ ചെയ്യണത്. ഞാനിത് ഫുഡ് ഉണ്ടാക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.